Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സയാണ്. നമ്മൾ പുറത്തെ ഷോപ്പിലൊക്കെ പോയി കഴിക്കുന്ന അതേ പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിലും ഉണ്ടാക്കുന്ന ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പിസ്സയ്ക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി ഇച്ചിരി കൂടെ ഹെൽത്തി ആണെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. അപ്പോൾ ബേക്കിംഗ് പൗഡറും ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള തൈര്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. അതുകൊണ്ടാണ് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പോളം ഉള്ള പുളിയില്ലാത്ത തൈര് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന തൈരിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പായിട്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ 1/4 കപ്പായിട്ട് കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒത്തിരി അങ്ങ് അത് കറക്റ്റായിട്ട് ഒരു മാവിൻ്റെ പരുവത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മാവിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇനി കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊടി ഇച്ചിരി കൂടുതൽ ഇടണമെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് കൂടുതലിടാം. കാരണം ഓരോ മാവ് ഇപ്പം നമുക്ക് എടുക്കുന്ന മാവുകളുടെ ഒക്കെ അനുസരിച്ചിരിക്കും. ചില മാവ് പെട്ടെന്ന് തന്നെ തൈരൊക്കെ വലിച്ചെടുക്കും, ചിലത് ഇച്ചിരി സമയമൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. ഒത്തിരി നേരം മാറ്റി വയ്ക്കേണ്ട, നമ്മളിതിന് വേണ്ടി ഒരു സോസ് തയ്യാറാക്കുന്നുണ്ട്. ആ ഒരു സമയം വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് ചേർത്തിരിക്കുന്നത്. ഇത് എന്നിട്ട് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതേപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. തക്കാളിയുടെ പ്യൂരിയാണ് വേണ്ടത്. അപ്പോൾ അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് ഏറ്റവും നല്ലത്. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള വെളുത്തുള്ളി, അതായത് ഏകദേശം ഒരു വലിയ വെളുത്തുള്ളി, 1 അല്ലി വെളുത്തുള്ളി വലുതായിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് വളരെ ചെറുതായിട്ട്, എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതായി അരിയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന്, ഒത്തിരി അങ്ങ് കറുപ്പിച്ച് കളയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതിയാവും. അതൊന്ന് മൂത്ത ഉടനെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഒരു ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു പിസ്സയ്ക്ക് വേണ്ടുന്ന തക്കാളി. അപ്പോൾ അതിന് 1 എണ്ണം മതിയാവും. അപ്പോൾ അത് ചെറുതന്നെ മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 or 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഇതിൻ്റെ ഈ ഒരു ടൊമാറ്റോ സോസ് ഈ ഒരു തക്കാളിയുടെ പ്യൂരിയും അതുപോലെ ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി ഒന്നും കൂടെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റോളം സമയം എടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ സോസൊക്കെ ചേർത്തത് കൊണ്ട് ഇച്ചിരി ഒരു അസിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഈ ടൊമാറ്റോ സോസിനൊക്കെ ഇച്ചിരി മധുരം കാണും. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ, അത് നമ്മുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഈ പിസ്സയ്ക്ക് എപ്പോഴും ഉള്ള ഒരു സംഭവമാണ് ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട്. ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ടിട്ടാണെങ്കിലും അതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തെന്നാലും മതിയാവും. നമുക്ക് ആ ഫ്ലേവറിൻ്റെ അടുത്തൊക്കെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ഈ ഒരു സോസാണ് നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വലിയ പൈസയ്ക്കൊക്കെ മേടിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ബൾക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിസയ്ക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് എന്താണെന്ന് നോക്കാം. മാവ് ഞാൻ ആ ഒരു സോസ് ഉണ്ടാക്കുന്ന സമയം മാത്രമാണ് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാവും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പിസ്സ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇതുപോലത്തെ ഒരു ചോറും പാത്രത്തിൽ, സ്റ്റീലിൻ്റെ ഒരു ചോറും പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഏത് പാത്രത്തിൽ, ഒരു ട്രേ പോലത്തെ ഒരു പാത്രം അല്ലെങ്കിൽ നമ്മൾ ചോറിനണ പോലത്തെ സ്റ്റീൽ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനത്തെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചോറും പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റീൽ പാത്രമാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ അല്പം ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പിസ്സ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ മാവ് എടുക്കുന്നുണ്ട്. ഈ മാവ് ഞാൻ അങ്ങനെ തന്നെയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ കയ്യിൽ അല്പം എണ്ണ ഒന്ന് തൊട്ടിട്ടുണ്ട്. എണ്ണ കയ്യിലുണ്ട്. ഇച്ചിരി ഓയിൽ തന്നെയാണ്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതൊന്ന് കയ്യിൽ തടവിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ പാത്രത്തിൻ്റെ ഷേപ്പിലൊന്നും ഇങ്ങനെ ആക്കി എടുത്താൽ മതി. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഒരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിന്ന് അല്പം തിക്കായിട്ടുള്ളൊരു ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ തിന്നായിട്ടുള്ള ബേസാണ്, പിസ്സയുടെ ബേസ് വളരെ കനം കുറഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു മാവ് രണ്ടായിട്ട് നമുക്ക് പിരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു കനം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കട്ടിയിൽ കയ്യിൽ പിടിച്ച് നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എണ്ണ വെച്ചിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ അതൊരു ഷേപ്പ് ആകുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് ഈ ഒരു പാത്രത്തിൽ റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ ചുറ്റും കണ്ടോ, ഞാൻ ചെറിയൊരു കുഴി പോലെ ഒന്ന് നമ്മുടെ ഒരു 4 വിരൽ വെച്ച് അല്ലെങ്കിൽ ഒരു 1-2 വിരൽ വെച്ച് നമുക്കിതുപോലെ ഒരു കുഴി പോലെ അങ്ങ് ആക്കിയെടുക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് മെൽറ്റായി കഴിഞ്ഞ് ആ സൈഡുകളിലൊന്നും നമ്മുടെ പിസ്സയുടെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊരു കുഴി കുഴിക്കുന്നത്. അപ്പോൾ ആ കുഴി കഴിഞ്ഞ് അങ്ങോട്ട് പോവില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാണ്, ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. കാരണം ഇതിപ്പം ചിലപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കാതെ ഉണ്ടാക്കുമ്പോഴും പെർഫെക്റ്റ് ആവാറുണ്ട്. ചില സമയത്ത് ഇങ്ങനെ വീർത്ത് വരാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളിത് ഓവനിലല്ല, നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ, ഇന്ന് പക്ഷേ ഓവനിലല്ല കേട്ടോ, അല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വീർത്ത് വരും നമ്മൾ കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞെന്നാൽ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പിസ്സ സോസ് ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസാണിത്. അപ്പോൾ അതും കൂടെ തേച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം, അതൊക്കെ നമുക്ക് ഒന്ന് മേലൊന്ന് ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ അടുത്തത് ഇനി ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഇതുപോലത്തെ ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള മോസില്ല ചീസോ ചെഡാർ ചീസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചീസ് ഇല്ലാഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചീസ് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഒരു സൂത്രപ്പണി കാണിച്ച് ചീസിൻ്റെ അതേപോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലും അല്ലെങ്കിൽ ആ ഒരു രുചിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതിന് മേലെ അല്പം സ്വീറ്റ് കോൺ, അതും കൂടെ കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോണാണ് കേട്ടോ, അതായത് വേവിച്ചിട്ട് വരുന്ന സ്വീറ്റ് കോണാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മൾ കടകളിലൊക്കെ ചെന്ന് പിസ്സ മേടിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് ക്യാപ്സിക്കം. അപ്പോൾ അതും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞ കളറും അതുപോലെ തന്നെ ഇത് കളറ് ഗ്രീൻ, പച്ച, അത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ അല്പം കൂടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ചീസൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചീസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊക്കെ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മുടെ ടോപ്പിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ അല്പം ഒറിഗാനോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുളക് ഒന്ന് മിക്സിയിൽ 1 2 ഒന്ന് പൊടിച്ചെടുത്ത് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് നമുക്കതും ഇതിൻ്റെ മേലിട്ട് കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാണ്, ബേസ് ഇവിടെ റെഡിയാണ്, അല്ലെങ്കിൽ പിസ്സയുടെ ഉണ്ടാക്കുന്നതിന് മുന്നുള്ള സംഭവം റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല മൂടിക നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ ഒരു വയർ റാക്കോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ആണെങ്കിൽ ഒരു മൂടികയാണെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാത്രം ഒന്നും കരിഞ്ഞു പോവില്ല, അങ്ങനെ ചിന്തിക്കേണ്ട, പേടിക്കേണ്ട, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ എടുക്കുന്ന മൂടികയ്ക്ക് ഇതുപോലത്തെ ഒരു ആവിയൊക്കെ പോകാനായിട്ടുള്ള ഒരു ഓട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പേപ്പർ വെച്ചിട്ടൊന്ന് മൂടി വെച്ചേക്കണം. നല്ല നമുക്ക് ഒട്ടും തന്നെ പുറത്ത് ഒന്നും കയറുന്നില്ല പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ ഇവിടെ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സയുടെ ചീസും കാര്യങ്ങളൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു ചെറിയൊരു കുഴി പോലെ വെച്ചതുകൊണ്ട് ഒത്തിരി അങ്ങ് പാത്രത്തിൻ്റെ പുറത്ത് അങ്ങ് സൈഡുകളിലൊന്നും അത് ഒലിച്ചിറങ്ങിയിട്ടില്ല നമ്മുടെ ചീസ് മെൽറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു കുഴി പോലെ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ, ഇത് വെജിറ്റബിൾ പിസ്സയാണ്, ചീസ് പിസ്സയാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചിക്കൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അല്പം ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടാണെങ്കിൽ ഇളക്കി കൊടുത്ത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് തന്നെ നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രീഹീറ്റ് ചെയ്യുക. 5 മിനിറ്റോളം ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റോളം തന്നെ സെയിം സമയം തന്നെ വെക്കുക. അത്രയും മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പിസ്സ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട ബേസിന് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മാവ് ഒന്ന് കനം കുറച്ചെടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇവിടുത്തെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള പിസ്സയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പിസ്സയൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്നൊക്കെയാണ് മേടിക്കാറ്. എന്നാൽ അതേ രുചിയിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.